ഓയാസിസ് മീഡിയയുടെ വാദം വിവാദം എന്ന ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അത്ഭുതങ്ങൾ ഇന്നും നിലച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ ഉണ്ട്. ഞാനും അത് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതം സ്വജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇനിയും കാണും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് അത്ഭുതങ്ങളുടെ വിൽപ്പനക്കാരും പ്രചാരകരും നമ്മുടെ വേദികളിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചിന്താധാര എന്താണ് എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമായിട്ട് തോന്നി. പൊതുജനങ്ങൾ പലപ്പോഴും പല കാര്യത്തിലും അജ്ഞരാണ്. അവരെ അറിവിലേക്ക് നയിക്കുന്നത് ആത്മീക നേതൃത്വങ്ങളാണ്. പക്ഷേ ഗുരുതരമായ ആപൽക്കരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അത്ഭുതങ്ങളുടെ പ്രചാരകര് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എന്താണത്? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, വെറുതെ ആളുകളിലേക്ക് മോഹം വിതറുന്നവരാണ് ഇന്നത്തെ അത്ഭുതത്തിൻ്റെ പ്രചാരകർ എന്ന്. കാരണം പറയാം. സാമ്പത്തികമായ ശേഷി കുറഞ്ഞ മനുഷ്യർക്ക് പുതിയ പുതിയ സാധ്യതകൾ തേടി അലയുന്ന മനുഷ്യർക്ക് അതിനുള്ള ഒരു വഴി എവിടെയെങ്കിലും കിട്ടിയാൽ അവർ ഓടിയെത്തും. ഇത് മുതലാക്കുകയാണ് നമ്മുടെ അത്ഭുതത്തിൻ്റെ മുതലാളിമാർ. അവർ പാവപ്പെട്ട ഈ മനുഷ്യരുടെ ഇടയിലേക്ക് അപ്രായോഗികമായ മോഹം വിതറുകയാണ്. വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ല് കേരളത്തിലുണ്ട്. അതെന്താണ്? നിങ്ങളുടെ സൈക്കിളും കൊണ്ട് പോവാം, കാറും കൊണ്ട് പോകാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏത് അത്ഭുത മുതലാളിമാരാണ് ഈ പ്രസ്താവന കേരളത്തിൽ പ്രചാരത്തിൽ എത്തിച്ചതെന്ന്. ഇത് ചാട്ടുളി പോലെ പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് ഒരുപാട് മനുഷ്യർ ഈ മോഹം വിതറിയ മുതലാളിമാരുടെ സംഘങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ
ഉള്ള സൈക്കിളും കൂടെ നഷ്ടപ്പെട്ടിട്ട് അവർ നിരാശരായിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ വിശുദ്ധ ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? മോഹം ഗർഭം ധരിച്ച് കാറ് പെറും എന്നല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പെറുന്നു എന്നാണ്. കാറ് പെറും എന്ന സ്വപ്നം കണ്ട ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ സൈക്കിളും പോയി, ഈ പേരൊട്ട് നടന്നുമില്ല. അതാണ് വസ്തുത. എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ. ഈ മോഹമുതലാളിമാർ അവരുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യേണ്ടതിനു വേണ്ടി വളരെ തന്ത്രപൂർവം ആസൂത്രണം ചെയ്ത ഇത്തരം പരിപാടികളിൽ ചെന്നുപെടുന്ന മനുഷ്യരെ വിശുദ്ധ ബൈബിൾ എന്താണ് ഇതേ സംബന്ധിച്ചൊക്കെ പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാൻ ഒരു നിമിഷമെങ്കിലും ചെലവഴിച്ചാൽ ഈ അപകടമൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഈ ദുരന്തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം നിഷ്കളങ്കരായ മനുഷ്യർ ഉള്ള കാലത്തോളം അവരെ ഇങ്ങനെ ഈ മുതലാളിമാർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ അത്ഭുതങ്ങൾ അങ്ങനെ സംഭവിക്കുമോ? ഇല്ല എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി. അത്ഭുതം അതെല്ലാ ദിവസവും സംഭവിക്കുന്നതല്ല, അപൂർവമായി സംഭവിക്കുന്നതാണ്. നമ്മൾ വിശുദ്ധ ബൈബിളിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആകമാന ചിന്ത മനസ്സിൽ വെച്ചാൽ ഇത്തരം അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുകയില്ല. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് 2 നിയമങ്ങൾ നമുക്കുണ്ട് എന്നാണ്. ഒന്ന്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം. അതിലെ നിയമം അത് മാറാത്തത് തന്നെയാണ്. ആ നിയമം വിശ്വസിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്. മറ്റൊന്ന് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ്. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം എന്ന നിയമവും പ്രപഞ്ച നിയമവും ഇത് രണ്ടും ദൈവത്തിൻ്റെതാണ്. ഒരാൾ ഇത് രണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപഞ്ച നിയമം ഒരു ഉദാഹരണം പറയാം. വെള്ളത്തിൽ മീതെ നമ്മൾ നടന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് നടക്കാനാകുകയില്ല, നമ്മൾ മുങ്ങിപ്പോവും. ഒരു ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു തർക്കവുമില്ല, നമുക്ക് അപകടമുണ്ടാവും. ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വഴുതി നമ്മൾ വീഴുമ്പോൾ മുകളിലേക്കല്ല പോകുക, താഴേക്കാണ് പോവുക. ഭൂഗുരുത്വാകർഷണം എന്ന് പറയും. ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്.
പക്ഷേ ഈ നിയമത്തെ ചിലപ്പോൾ ദൈവം തൻ്റെ പരമാധികാരം കൊണ്ട് പിടിച്ചു നിർത്താം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾക്കറിയാം, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിർത്തൽ ചെയ്ത അധികാരം, അത്ഭുതം സംഭവിച്ചത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ മാത്രം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് വെള്ളത്തിന്മീതെ നടന്നു. ഒരിക്കൽ മാത്രം. ആ നടന്ന പത്രോസ് ആ നടത്തത്തിൽ മുങ്ങിപ്പോകുന്നതും നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തിൻ്റെ നിയമം അതും ദൈവത്തിൻ്റെ നിയമമാണ്. ആ പ്രപഞ്ച നിയമത്തെ അപൂർവം സന്ദർഭങ്ങളിൽ ദൈവം മാറ്റാം നമുക്ക് വേണ്ടി. അതൊരത്ഭുതമാണ്. എന്നും രാവിലെ വെള്ളത്തിന്മീതെ നടക്കാൻ പത്രോസ് പരിശ്രമിച്ചാൽ നടക്കുകയില്ല. സകലത്തിൻ്റെയും അധികാരിയായ യേശുക്രിസ്തു പോലും പടകിൽ സഞ്ചരിക്കുകയായിരുന്നു. അപൂർവം ഘട്ടങ്ങളിലാണ് താൻ വെള്ളത്തിന്മീതെ നടന്നത്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ആ ദൈവം തന്നെ പ്രപഞ്ചത്തിൻ്റെ നിയമമനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കണം, ആദ്യം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുക എന്നതാണ് പ്രധാനം. അതിനെയെല്ലാം മറന്നുകൊണ്ട് അത്ഭുതം സംഭവിക്കുമെന്ന് ധരിക്കുന്നെങ്കിൽ ദൈവം അങ്ങനെ എപ്പോഴും ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല. നമുക്ക് അത്ഭുതം സംഭവിക്കാം. രോഗി സൗഖ്യമാകുന്നുണ്ടല്ലോ, പക്ഷെ എല്ലായ്പ്പോഴും സൗഖ്യമാകുന്നില്ല. നമുക്ക് അസാധാരണമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ സംഭവിക്കാം, പക്ഷെ എന്നും സാധിക്കില്ല. ഇപ്പോൾ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ആളുകൾ അത്ഭുതത്തിലൂടെ ധനസമ്പാദനം, അത് ക്രിസ്തീയമേ അല്ല. ബൈബിൾ അങ്ങനെ അത്ഭുതത്തിലൂടെ ധനം നൽകും എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ബൈബിൾ പറഞ്ഞിട്ടുള്ളത്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും പണിയെടുക്കണം. പണിയെടുക്കാതെ പണം ഉണ്ടാവുകയില്ല. പണിയെടുക്കാതെ ആരെങ്കിലും പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക അന്വേഷണം വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് നൂലിൽ കെട്ടി പണം തരുന്നുവെങ്കിൽ അന്വേഷണ വിഭാഗത്തിന് മുമ്പിൽ നമ്മൾ എത്തേണ്ടി വരും. കാരണം ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് പറയണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ ദൈവം അത്ഭുതകരമായി പണം തരികയില്ലേ? തരും. എങ്ങനെയാണ് ആ അത്ഭുതം? ആ അത്ഭുതം നമുക്കെല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം തമ്പുരാൻ ആരോടോ സംസാരിച്ച് അവരുടെ മനസ്സിൽ തോന്നിച്ചിട്ട് നമുക്ക് പണം ലഭിച്ചിട്ടുണ്ട്. നമുക്കത് അത്ഭുതമാണ് എന്ന് പറയാം. പക്ഷേ അതെന്നും
സംഭവിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങളെ വിലയിരുത്തുമ്പോൾ ഈ അത്ഭുതത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായ മുതലാളിമാർ പറയുന്നത് പോലെ ഒരത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നിരീശ്വരനും ഈശ്വരവിശ്വാസിക്കും ജോലി ചെയ്യുമ്പോൾ ഒരേ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് തുല്യ ശമ്പളമാണ്. നിരീശ്വരനായതുകൊണ്ട് അയാൾക്ക് ശമ്പളം കുറയുകയില്ല. അതും ഈ പ്രപഞ്ചത്തിലെ നിയമമാണ്. നിരീശ്വരനും ദൈവവിശ്വാസിയും ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ നിരീശ്വരന് പലിശ കുറവും വിശ്വാസിക്ക് പലിശ കൂടുതലും കിട്ടുകയില്ല. അതും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ബൈബിളിൽ ഇതിനൊരു വാക്യമുണ്ട്. എന്താണത്? അവൻ വിശ്വാസിയുടെ മേലും അവിശ്വാസിയുടെ മേലും എല്ലാം മഴയും വെളിച്ചവും എല്ലാം ഒരുപോലെ നൽകുകയാണ്. സൃഷ്ടി എന്ന നിലയിൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളോടും ദൈവം തുല്യമായി വിഭവങ്ങൾ വിഭജിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം. അങ്ങനെയെങ്കിൽ പ്രപഞ്ച നിയമത്തിൽ ദൈവത്തിന് ആരോടും വ്യത്യാസമില്ല. മഴയും വെയിലും നിരീശ്വരനും ഭക്തനും ഒരുപോലെയാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രപഞ്ച നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അപൂർവ അവസരങ്ങളിൽ ദൈവം ചിലത് ചെയ്യും. അതിനെയാണ് ബൈബിളിൽ അത്ഭുതം എന്ന് നമ്മൾ കാണേണ്ടത്. ദൈവം തൻ്റെ സൃഷ്ടികളോടെല്ലാം തുല്യമായി ഇടപെടുന്ന ദൈവമാണ്. നാളുകളിലും അത്ഭുതം നടക്കും. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിന് അനുസരിച്ച് മാത്രം. അതുകൊണ്ട് ബൈബിളിലെ അത്ഭുതത്തെ സംബന്ധിച്ചുള്ള ചിന്താധാരകൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഈ അത്ഭുതത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരുടെ കൈകളിൽ പെട്ട് മനുഷ്യർ അപകടത്തിലാകുകയില്ല. ദൈവം നിങ്ങളെ ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തമാക്കട്ടെ. അതെന്നും സംഭവിക്കുകയില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ, അപൂർവ ഘട്ടങ്ങളിൽ പ്രപഞ്ച നിയമത്തെ മാറ്റി വെച്ചുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.